ഇനി നമുക്ക് എക്സലിലെ ഡാറ്റാസിനെ സോർട്ട് ചെയ്യാം. എന്തിൻ്റെയൊക്കെ ബേസിൽ സോർട്ട് ചെയ്യാം നോക്കാം. ഒന്നുകിൽ ആൽഫബറ്റിക് ഓർഡറിൽ നമുക്ക് സോർട്ട് ചെയ്യാം. അതിങ്ങനെ ജസ്റ്റ് അവിടെ വെക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് സോർട്ട് ഉണ്ടാകും. സോർട്ട് ഓപ്ഷൻ എടുക്കുക, A to Z അല്ലെങ്കിൽ Z to A എന്നുള്ളൊരു ഓപ്ഷൻ. അതർവൈസ് നമുക്ക് ഈ ഹോം ടാബ് തന്നെ എൻഡിലായിട്ട് നമുക്ക് സോർട്ട് ആൻഡ് ഫിൽറ്റർ എന്നുണ്ടാവും. ആ ഒരു സെർച്ച് ബാറിൻ്റെ അടുത്ത് ഫൈൻഡ് ആൻഡ് സെർച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് അതും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത ശേഷം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു പെർട്ടിക്കുലർ ഏരിയ അവിടെ കൊണ്ടുപോയി ഒന്ന് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇതേപോലെ നോക്കിയാൽ അത് ഇങ്ങോട്ടേക്ക് അറേഞ്ച് ആവും. അല്ലെങ്കിൽ ഇതേപോലെ എടുത്താൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സോർട്ട് എന്നെടുത്തിട്ട് A to Z അല്ലെങ്കിൽ Z to A എന്നെടുക്കുമ്പോൾ നമുക്കത് ഇതേപോലെ സോർട്ടാകും. സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടെ നമുക്ക് ഇതേപോലെ സോർട്ടായി കിട്ടും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പോൾ സോർട്ടിങ് A to Z എങ്ങനെയാണ്, അതേപോലെ Z to A എങ്ങനെയാണെന്ന് നോക്കി. ഞാൻ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് അത് സോർട്ട് ആവുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ആ ഒരു കളർ രണ്ടും ഞാൻ ചേഞ്ച് വരുത്തി. ഒന്ന് ഗ്രീൻ കളർ കൊടുത്തു, മറ്റേത് യെല്ലോ കളർ കൊടുത്തു. ഞാൻ ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പോയി സോർട്ട് ചെയ്യാണ്. ആ ഒരു ആൽഫബറ്റിക് ഓർഡറിലാണ് ഞാൻ സോർട്ട് ചെയ്യുന്നത്. ആ ഒരു സെല്ല് മാത്രമേ ഞാൻ അവിടെ സെലക്ട് ആക്കിയിട്ടുള്ളൂ. സെലക്ട് ആക്കുകയല്ല, ജസ്റ്റ് ഒന്ന് മൗസ് ക്ലിക്ക് ചെയ്തിട്ടുള്ളൂ. സോ ആ ഒരു ഇത് തന്നെ ആയിരിക്കും നമുക്കിത് കാണാം. അതേപോലെ ഈ നമ്പേഴ്സ്, അതേപോലെ ഡേറ്റൊക്കെ നമുക്ക് ഇപ്പോൾ ഞാൻ ഡേറ്റാണ് സോർട്ട് ചെയ്യുന്നത് വെച്ചാൽ ആ ഡേറ്റിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് വെക്കുക. ഇതേപോലെ സോർട്ട് പോവുക. സോർട്ട് പോയിൽ ഓൾഡസ്റ്റ് ടു ന്യൂവസ്റ്റ് ടു ഓൾഡസ്റ്റ് ആണ് ഉണ്ടാവും. ഇപ്പോൾ ഒരു മന്ത്ലി ആണെങ്കിൽ മന്ത് വൈസ് ആണെങ്കിൽ നമുക്കിപ്പോൾ ഓൾഡ് ഇപ്പോഴത്തെ ഡേറ്റുള്ളത് ഫസ്റ്റും അങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ അവിടെ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് ന്യൂവസ്റ്റ് ടു ഓൾഡസ്റ്റ് അല്ലെങ്കിൽ ഓൾഡസ്റ്റ് ടു ന്യൂവസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ സെലക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഡാറ്റയിൽ പോയിട്ട് സോർട്ടിലെടുത്തിട്ട് ഇതേപോലെ പ്രൊഡക്റ്റ് ഡേറ്റ്, അതേപോലെ സെൽ വാല്യൂസ്, അതേപോലെ ഓൾഡസ്റ്റ് ടു ന്യൂവസ്റ്റ് അങ്ങനെ സെലക്ട് ചെയ്തിട്ടും നമുക്ക് കൊടുക്കാം. ഏതാണോ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് കസ്റ്റമൈസ് ചെയ്തിട്ടെടുക്കാനുള്ള ഓപ്ഷൻസാണ് ഡാറ്റയിൽ പോയിട്ട് സോർട്ടിൽ എടുക്കുന്നത്. ഇത് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് ഹോം ടാബ് തന്നെ കിട്ടും. സോ ഇത് പറയുന്നത് നമ്മൾ ബേസ്ഡ് ഓൺ ദ ആൽഫബറ്റും പഠിച്ചു, ബേസ്ഡ് ഓൺ ദ ഡേറ്റും പഠിച്ചു. ഇനി പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പ്രൈസും കൂടി കൊടുത്തിട്ടുണ്ട് ഞാൻ എൻഡിൽ. ആ പ്രൈസിൻ്റെ ഡീറ്റെയിൽസിൽ ഞാൻ എങ്ങനെ നമുക്ക് സോർട്ട് ചെയ്യാൻ നോക്കാം. ഇതേപോലെ സോർട്ടിൽ എടുത്തു, പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു, സെൽ വാല്യൂസ് കൊടുത്തു. സെൽ വാല്യൂസിൽ സ്മാളസ്റ്റ് ടു ലാർജസ്റ്റ് അല്ലെങ്കിൽ കണ്ടോ ആ ഒരു സ്മാളസ്റ്റ് ടു ലാർജസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് ടു സ്മാളസ്റ്റ് ആണ് ടേമിൽ കൊടുക്കുക. പിന്നെ ആഡ് ലെവൽ കൊടുത്തിട്ട് നമുക്ക് ഇനി ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ഡേറ്റിൻ്റെ ഇതിലേക്ക് മാറ്റണമെങ്കിൽ ആഡ് ലെവൽ അടുത്ത ലെവലിലും കൂടി നമുക്ക് സോർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഈ 3 മെത്തേഡ് നമ്മൾ പഠിച്ചു അല്ലേ. ആൽഫബറ്റിക് ആയിട്ടുള്ള പഠിച്ചു, അതേപോലെ എന്ത് പഠിച്ചു, പ്രൊഡക്റ്റിൻ്റെ ഡേറ്റിൽ സോർട്ട് ചെയ്യാൻ പഠിച്ചു, അതേപോലെ പ്രൈസിൽ സോർട്ട് ചെയ്യാൻ പഠിച്ചു, അതേപോലെ 2 3 ഒക്കെ ഒരുമിച്ച് സോർട്ട് ചെയ്യുകയാണെങ്കിൽ ആഡ് ലെവൽ കൊടുത്തിട്ട് നമുക്ക് സോർട്ട് ചെയ്യാൻ പഠിച്ചു. അത് ഡാറ്റയിൽ പോയിട്ട് സോർട്ടിലെടുക്കുക. ഇനി ഇതിപ്പോൾ നമുക്ക് ആൽഫബറ്റിക് ആണെങ്കിൽ ആൽഫബറ്റിക് പറയുന്നത് എന്താ, ആൽഫബറ്റിക്കിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മളിപ്പോൾ ഫ്രൂട്ട്, ബ്രെഡ് അവിടെ വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, പ്രൈസിൻ്റെ ബേസ്ഡ് ആണെങ്കിൽ പ്രൈസിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് സ്മാളസ്റ്റ് ടു ലാർജസ്റ്റ്, ലാർജസ്റ്റ് സ്മാളസ്റ്റ് അങ്ങനെയും സോർട്ട് ചെയ്യാം. ഇത് ഒക്കെ ഒരേ ഓപ്ഷനാണ്. നമ്മൾ ഏത് സെല്ലാണ് സെലക്ട് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദാറ്റ് സെൽ ഫോർമാറ്റിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഡേറ്റിൻ്റെ സെല്ലിൻ്റെ ഫോർമാറ്റ് സെല്ലിൽ പോയിട്ട് ഡേറ്റ് ആൻഡ് ടൈം ആണെങ്കിൽ നമ്മളെന്താ ഓൾഡസ്റ്റ് ന്യൂവസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പം ഇപ്പോൾ നമ്പേഴ്സ് ആണെങ്കിൽ നമ്പേഴ്സിൻ്റെ ഫോർമാറ്റിലായിരിക്കും. ഇപ്പോൾ നമ്പേഴ്സിന് സ്മാളസ്റ്റ് ടു ആണെങ്കിൽ അങ്ങനെ ആ ഒരു ബേസ്ഡ് ആയിരിക്കും. പിന്നെ ആൽഫബറ്റിക് ആണെങ്കിൽ ആൽഫബറ്റിക്കിൻ്റെ ഇതിലായിരിക്കും. ഇപ്പോൾ ഞാനൊരു 15 ആണ് നമ്പർ. ഇതിപ്പോൾ കുറേ പ്രൈസ് വാല്യൂ ഉണ്ട്. ഈ പ്രൈസ് വാല്യൂൻ്റെ ഞാൻ സ്മാളസ്റ്റ് ടു ലാർജസ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും സ്മാളസ്റ്റ് ആയിട്ടുള്ള വാല്യൂസ് മുകളിൽ വന്നു, ലാർജസ്റ്റ് ആയിട്ടുള്ള വാല്യൂസ് അടിയിൽ വന്നു. ഇതേപോലെ നമുക്ക് തിരിച്ചും കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് കൊടുത്താൽ എങ്ങനെയാണോ വരുന്നത് അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്ത് ചെയ്യണം, ഇനി നമുക്ക് കളറിൻ്റെ ബേസ്ഡ് ആണെങ്കിൽ കളറിൻ്റെ ബേസിൽ കൊടുക്കാം. അല്ലെങ്കിൽ ആ ഒരു ഇതും നമുക്കിതിൽ അവൈലബിൾ ആണ്. അതിലെന്താ വെച്ചാൽ നമ്മൾ സോർട്ടിൽ പോയിട്ട് ചെയ്യണം, ഡാറ്റയിൽ പോയിട്ട് സോർട്ടിൽ പോയിട്ട് ചെയ്യണം. ഈ 2 ഇതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് ബേസ്ഡ് ഓൺ ദ കളർ ഫോർമാറ്റ് നമുക്ക് നോക്കാം. കളർ ഫോർമാറ്റ് പറയുമ്പോൾ നമുക്ക് ഫില്ല് ചെയ്ത കളറും അതേപോലെ തന്നെ ഫോണ്ട് കളറും നമുക്ക് ഇതേപോലെ ചേഞ്ച് ചെയ്യാം. നമുക്കത് ഫില്ല് ചെയ്ത കളർ എങ്ങനെ നോക്കാം. ആ കളറിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു, ആ ഒരു ഏതെങ്കിലും കളറിൻ്റെ ബേസ്ഡ് ഓൺ കളറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു. ഇതിലെല്ലാം ഓപ്ഷൻസ് ഉണ്ടാവുക കേട്ടോ. കസ്റ്റമൈസ് ചെയ്തിട്ട് കസ്റ്റം ചെയ്ത് കണ്ടോ ആ ഒരു ഇതിൽ പോയിട്ട്
ഞാൻ ഒരു സെല്ലുണ്ട്, ആ ഒരു സെല്ലിൻ്റെ ഏതാണോ ഒരു ഇപ്പോൾ ഏതെങ്കിലും നമുക്കിപ്പോൾ എല്ലാത്തിലും സെല്ലിലും ഉണ്ട് കളറ്. പിന്നെ സെൽ കളർ എടുത്തു. സെൽ കളർ എടുത്തിട്ട് ഏത് കളറാണോ നമുക്ക് മുകളിലോട്ട് വേണ്ടത് അല്ലെങ്കിൽ താഴോട്ട് വേണ്ടത് ഞാനിപ്പോൾ ഓൺ ടോപ്പിലോട്ട് ഇട്ടു. ഈ നീല കളറ് മുകളിലാക്കിയിട്ട് വരുന്ന രീതിയിൽ ഇട്ടു. എന്താണ് ഡാറ്റയിൽ പോയിട്ട് സോർട്ടിൽ പോയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതാ ഇവിടെ ഇങ്ങനെയുണ്ട്, പക്ഷേ ഇതിലേറെ കസ്റ്റം ചെയ്തിട്ട് എടുക്കുകയായിരിക്കും നല്ലത് കേട്ടോ. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റം ചെയ്യാം, അല്ലെങ്കിൽ ഡാറ്റയിൽ പോയിട്ട് സോർട്ട് എടുത്തിട്ടും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഫോൺ കളർ മാറ്റി. ഈ ഫോൺ കളർ കണ്ടോ, ഈ രണ്ടിൻ്റെയും ഫോണിൻ്റെ കളർ മാറ്റി. സോ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഈ ഫോൺ കളർ മുകളിൽ വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ഇതിൽ സോർട്ടിൽ ഡാറ്റയിൽ പോവുക, ഡാറ്റയിൽ പോയിട്ട് സോർട്ടിൽ പോയിട്ട് ഏതെങ്കിലും ഞാനിപ്പോൾ ഏതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് നോക്കട്ടെ, ഒരു 1 മിനിറ്റ്. ഇത് ഓക്കെ, ഇതാണ് ഞാൻ സെലക്ട് ചെയ്തത്. പ്രൊഡക്റ്റ് ഡേറ്റിലാണ് എന്ത് കളർ ചേഞ്ച് വരുത്തിയിട്ടുള്ളത്, പ്രൊഡക്റ്റ് ഡേറ്റിലാണ്. സോ നമുക്ക് എന്താ വെച്ചാൽ പ്രൊഡക്റ്റ് ഡേറ്റിൽ തന്നെ പോവുക. പ്രൊഡക്റ്റ് ഡേറ്റിലാണ് പ്രൊഡക്റ്റ് ഡേറ്റ് എടുക്കുക. സെല്ലിൻ്റെ ഫോൺ കളറിൽ റെഡ് കളർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഓൺ ടോപ്പിൽ വരണം. ഓക്കെ, ഇത് കണ്ടോ മുകളിൽ വന്നത് കണ്ടോ, ഇതാണ് എന്ത് സെൽ ഫോണ്ടിൻ്റെ കളറിൽ ബേസ്ഡ് ഓൺ അത് സോർട്ട് ചെയ്യേണ്ടത്. സോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് എന്തെടുത്താൽ മതി, ഡാറ്റയിൽ പോയിട്ട് സോർട്ട് ഓപ്ഷൻ എടുക്കുക. അതാണെങ്കിൽ കുറച്ചുകൂടി കസ്റ്റമൈസ് ചെയ്തിട്ട് എല്ലാം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു സോർട്ടിങ് ഓപ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ കോപ്പി ലെവൽ സെൽസ് ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് ഡിപ്പെൻസ്, നമുക്ക് ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള സെല്ലിൻ്റെതൊക്കെ നമുക്ക് ഇതേപോലെ എന്താ ചെയ്യുക, നമുക്ക് സോർട്ട് ചെയ്തെടുക്കാം. അതാണ് അവിടെ ഓപ്ഷൻസ് ഉള്ളത്. ഈ സോർട്ടിങ് ഓപ്ഷൻസിൽ ഞാനിപ്പോൾ ഡേറ്റിൻ്റെ ഇതിലാണ്, എന്താണ് ഓൾഡസ്റ്റ് ന്യൂവസ്റ്റ് അങ്ങാണ്ട് പ്രൊഡക്റ്റ് ഡേറ്റ് ആ ഒരു ഓൾഡസ്റ്റ് മുകളിൽ വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ആയിരിക്കും ഞാൻ ഇപ്പോൾ സോർട്ട് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഓൾഡസ്റ്റ് ന്യൂവസ്റ്റ് നമുക്ക് ഇനി അടുത്ത സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത് എക്സ്പയർ ഡേറ്റ്, അതേപോലെ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസാണ്. എക്സ്പയർ ഡേറ്റ്, ഡേ ലെഫ്റ്റ്, അങ്ങനത്തെയൊക്കെ അതിലൊക്കെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഫോർമാറ്റ്സ് ഉണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.